ഡാ ഈ സാധനങ്ങളൊക്കെ പോയി ഒന്ന് മേടിച്ചോടുന്ന എന്തോ ഡാ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാ എല്ലാം കഴിഞ്ഞിക്കണേ. എല്ലാം കഴിഞ്ഞിക്കണേ. വേഗം പോയി മേടിച്ചിട്ട് പോയ പൈസ 2-ാം തീയതി ഒക്കെ ആകുമ്പത്തിന് ഉപ്പ അയച്ചുതരാന്ന് പറയട്ടാ. എന്താ ഞാൻ പൈസ ചോദിച്ചു 4000 കൊടുക്കുന്ന എന്താ പറയാ ആപ്പാന്റെ കടങ്ങളും കാര്യങ്ങളും ആലോചിച്ചിട്ട് എത്തുമ്പോഴത്തും കിട്ടണില്ല. പാവണ്ടല്ലേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണല്ലോ. കുടുംബം പേറി 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 ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയായി. അമ്മായിമാർക്ക് എന്തെങ്കിലും അറിയണ്ട? എന്റെ അമ്മായിമാര് എന്താ പറയാ ഇപ്പോഴും വിളിക്കുവോ ആങ്ങൾക്ക് 10,000 അയച്ചുതരോ 20,000 അയച്ചുതരോ. ഞാൻ അറിയണ്ട എത്ര കിട്ടും. ഞാൻ അറിയണ്ട പറയത്ര ഓളോട് പറയണ്ടട്ടാന്ന്. അന്റെ പെല്ല എന്നോട് പറയാതിരിക്കണം. കൊടുക്കും ചെയ്യും. എത്ര കാലായി വാപ്പാനെ കണ്ടിട്ട്? നാട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഞാനിരുന്നു. പാവന് എത്ര കടണ്ടല്ലേ. എന്ന് ശരിയാവനമ്മ അതൊക്കെ ശരിയാവും. ശരിയാവണം വിചാരിച്ചിട്ടല്ലേ മുന്നോട്ട് പോണത്. ഓ എന്തിനാണെങ്കിൽ എന്റെ പൊന്നെ ആ തിരുവനന്തപുരത്തെ കുട്ടി ചെയ്ത പോലത്തെ ഒന്നും ചെയ്യല്ലട്ടാ. ഇക്കും എന്റെ 2 മക്കൾക്ക് ഇവിടെ ജീവിക്കടാ. ചെറുതിനെ നോക്കിക്കോ. ചെറുത് മിക്കവാറും ചിറ്റിക കിട്ടി ഞങ്ങൾ അടിക്കും. ഒന്നുമില്ലടാ, അതിനൊരു ഹാലാണ്. അങ്ങനെയൊന്നുമില്ല. അവനാന്റെ കുടുംബത്തിൽ നിന്ന് എന്താണോ പഠിക്കണത് അതാണ് മക്കള് ചെയ്യുക. ഓരോരോ കുടുംബത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇജി ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ എന്റെ അമ്മയോട് ഒന്ന് പറയുന്നുണ്ടെങ്കിലേ അതെന്റെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടാ. തീർച്ചയായും. ഇല്ലെങ്കിൽ അത് പറയൂല. ആ ചെക്കൻക്ക് എത്രയോ 10-25 ലക്ഷം റുപ്യ കടങ്ങളുണ്ട്. എങ്ങനെതൊക്കെ കടായത്? 24 വയസ്സിൽ ഇത്രയൊക്കെ കടാവണമെന്ന അവസ്ഥ ആലോചിച്ചു. ആ ചെറിയ കുട്ടിനൊക്കെ എങ്ങനെ എനിക്ക് കൊല്ലാൻ തോന്നി? ആ കുട്ടി എന്ത് പേച്ച്? ഇന്നലെ മിഞ്ഞാന്നിട്ട് കയറി വന്നിട്ടുള്ള അത്ര അവന്റെ കാമുകി. ആ കുട്ടി എന്ത് പേച്ച്? മന്തിയൊക്കെ കൊടുത്തിട്ട് അത്ര അതിനെ കൊന്നിക്കുന്നത്. മഹാഭാവം അല്ലാണ്ട് എന്താ പറയാ. എന്റെ കുട്ടിക്ക് അങ്ങനെ തോന്നരുതട്ടാ. പ്രശ്നങ്ങളും കടങ്ങളൊക്കെ തീർത്താ തീരുന്നുള്ളൂ ട്ടാ. ഇപ്പാനെയും ഉമ്മാനെയും മറന്നിട്ട് ഒന്നും വിചാരിക്കരുത് ട്ടാ. ഇനി നാളെ ജിബടല്ല വേറെ എവിടേക്ക് പോവാച്ചാലും ഉമ്മ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ആരെന്നെ എന്തെന്നെ ഇപ്പൊ മറ്റു വല്ല മയക്കുമരുന്നോ അതും ഇതൊക്കെ തരാച്ചെങ്കിലും കുടുംബത്തോ നമ്മളെ മക്കൾ നമ്മളോട് മനസ്സ് തുറന്ന് ഇങ്ങനെ വാക്ക് തരുകയും അവരോട് സംസാരിക്കുകയും ചെയ്താൽ തന്നെ നമ്മളെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ബില്ല് കൊടുത്താൽ മതി. പൈസ വരട്ടെ. അല്ല അത് കൊടുക്കാൻ പറയാ 4000 കൊടുക്കുള്ളൂ. ഞാൻ എല്ലാ മാസം കൊടുക്കുന്നല്ലേ. ഇല്ല മറ്റേ അത് ചോദിക്കില്ല. പക്ഷെ ഈ വർഷം എന്താണോ എന്തോ കടകളും ഓരോരുത്തർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. കുറച്ചിന്റെ പേര് കുറച്ചേരുന്നൊക്കെ എടുക്കട്ടെ. ചറ്റിക എന്തേലും എടുത്തക്കണ. ഞാൻ ചായ എന്തെങ്കിലും കൊണ്ടിട്ടാ.